എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിൽ 71 തൊട്ടുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം മഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 71-ാമത്തെ ശ്ലോകം. ഹരിദാസാവോജോ ശ്രവണസ്യ വിഭേദേന ബലഭേദോ വിസംസിത ശ്രവണം ദോ കൃതം സർവേ ന തഥാ മനനം കൃതം. ശ്രവണസ്യ വിഭേദേന ബലഭേദോ വിസംസിത ശ്രവണം ദോ കൃതം സർവേ ന തഥാ മനനം കൃതം. കാരണഭേദം നിമിത്തം കാര്യഭേദം കാണപ്പെടുന്നുവെന്നുള്ള ന്യായാനുസരണം ഹരിദാസന്മാർ മറുപടി പറയുന്നു. ശ്രവണത്തിൻ്റെ വിശേഷ വിധിയിൽ നേരിടുന്നതായ ഭേദത്താൽ ഫലത്തിലും ഭേദമുണ്ടാകുന്നു. എല്ലാവരും പുരാണം വായിക്കുന്നത് കേട്ട് അതുപ്രകാരം എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. ശ്ലോകം 72. ബലഭേദസ്തോ ജാതോ ഭജനാദ വിമാനദ സപ്തരാത്രമുഭൂഷൈവ പ്രേതേന ശ്രവണം കൃതം. ബലഭേദസ്തോ ജാതോ ഭജനാദ വിമാനദ സപ്തരാത്രമുഭൂഷൈവ പ്രേതേന ശ്രവണം കൃതം. ഭജനഭേദ നിമിത്തവും ഹേ പൂജ്യ ബലഭേദമുണ്ടായിരിക്കുന്നു. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രേതത്താൽ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 73. മനനാദീതേന സ്ഥിരചിത്തേ കൃതം കൃതേ വൃശം അദൃഢം ജ ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. മനനാദീതേന സ്ഥിരചിത്തേ കൃതേ വൃശം അദൃഢം ജ ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. അതുപോലെ തന്നെ പ്രേതത്താൽ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം, നിധിധ്യാസനം മുതലായവയും ചെയ്യപ്പെട്ടു. ജ്ഞാനം ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ മനനാദികൾ ഉണ്ടായിരിക്കണം. അല്ലാഞ്ഞാൽ ആ ജ്ഞാനം ക്രമത്തിൽ നശിക്കും. കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്കു നിർത്തണം. അനവധാനത നിമിത്തം അഥവാ മനസ്സിരുത്തായ്മ നിമിത്തം ശ്രവണം നിഷ്ഫലമാകും. ശ്ലോകം 74. സദ്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചേത്തോ ഹതോ ജപ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധമപാത്രകം. സദ്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചേത്തോ ഹതോ ജപ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധമപാത്രകം. പ്രസംഗവശാൽ മന്ത്രാദികളുടെയും ബലാബലങ്ങളുടെ കാരണം പറയുന്നു. മന്ത്രത്തിൽ സംശയം ജനിച്ച ബലമുണ്ടാകയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കാതിരുന്നാൽ ജപത്തിനും ബലമില്ല. വിഷ്ണുഭക്തൻ അല്ലാത്ത ദേശം നന്മയെ പ്രാപിക്കുകയില്ല. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ തികഞ്ഞിരിക്കുന്ന ബ്രാഹ്മണനല്ല ഭക്ഷണം നൽകിയതെന്ന് വരികയിൽ ആ ശ്രാദ്ധം പിതൃപ്രീതികരമായി വരികയില്ല. ശ്ലോകം 75. ഹതമശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന. ഹതമശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന. ശ്ലോകം 76. മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാഗ്മതി ഏവമാദീകൃതം ചേത്സ്യ തഥാ വൈ ശ്രവണേ ബലം. മനോദോഷജയൈശൈവ
കഥായാം നിശ്ചലാമതേ ഏവമാദേ കൃതം ചേത്സ്യ തഥാ വൈ ശ്രവണേ ബലം. വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണന് അല്ലെങ്കിൽ അശ്രോതിയന് നൽകുന്ന ദാനം നിഷ്ഫലം. സദാചാരമില്ലായ്മ കുലനാശത്തിന് കാരണം. ഗുരുവാക്യങ്ങളിൽ വിശ്വാസം. താൻ ദീനനാണെന്നുള്ള വിചാരം മനസ്സിനെ ചലിപ്പിക്കുന്ന കാമക്രോധാദി വൃത്തികളുടെ മീതെ ജയം. കഥയിൽ ചലിക്കാതിരിക്കുന്നതായ ദൃഢഭാവം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ തികഞ്ഞിരിക്കുന്നവന് ശ്രവണത്തിൽ ശരിയായ ഫലം ലഭിക്കും. ശ്ലോകം 77. പുനഃശ്രവാദേ സർവേഷാം വൈകുണ്ഠേ വസതേർധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസതി സ്വയം. പുനഃശ്രവാദേ സർവേഷാം വൈകുണ്ഠേ വസതേർധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസതി സ്വയം. വീണ്ടും കഥാശ്രവണമുണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാ പേർക്കും വൈകുണ്ഠത്തിൽ വാസം ലഭിക്കും നിശ്ചയം. ഹേ ഗോകർണ, നിനക്കാകട്ടെ ശ്രീ ഗോവിന്ദൻ തന്നെ ഗോലോകത്തെ നൽകും. കുമാരാവൂജു. ശ്ലോകം 78. ഏവമുക്തായയോ സർവേ വൈകുണ്ഠം ഹരികീർത്തനാം ശ്രാവണേ മാസി ഗോകർണ കഥാമോജേ തഥാ പുനഃ. ഏവമുക്തായയോ സർവേ വൈകുണ്ഠം ഹരികീർത്തനാം ശ്രാവണേ മാസി ഗോകർണ കഥാമോജേ തഥാ പുനഃ. കുമാരൻ അരുളി ചെയ്തു. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീ ഹരികീർത്തനം ചെയ്യുന്ന അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. ഇനി ഒരിക്കൽ കൂടെ സപ്താഹയജ്ഞം നടത്തുകയും വിധിപ്രകാരം ശ്രവണമനനാദികൾ നിർവഹിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വൈകുണ്ഠം ലഭിക്കുമെന്ന് ഹരിദാസന്മാർ പറഞ്ഞതിനെ അനുസരിച്ച് ഗോകർണൻ ചിങ്ങമാസത്തിൽ രണ്ടാമതും കഥ നടത്തി. ശ്ലോകം 79. സപ്തരാത്രവതീം ഭൂയ ശ്രവണം ദൈകൃതം പുനഃ കഥാസമാപ്തോ യജ്ഞാതം ശ്രൂയതാം തച്ഛ നാരദ. സപ്തരാത്രവതീം ഭൂയ ശ്രവണം ദൈകൃതം പുനഃ കഥാസമാപ്തോ യജ്ഞാതം ശ്രൂയതാം തച്ഛ നാരദ. സപ്താഹ പാരായണം വീണ്ടും എല്ലാ ജനങ്ങളും ശ്രവിച്ച് ഹേ നാരദ, കഥാസമാപ്തിയിൽ സംഭവിച്ചതായ അത്ഭുതം പറയാം, കേട്ടുകൊള്ളുക. ശ്ലോകം 80. വിമാനേ സഹ ഭക്തൈശ്ച ഹരിരാവേ ബഭൂവഃ യേ ശബ്ദ നമഃശബ്ദ തത്രാസൻ ബഹവസ്തദാ. വിമാനേ സഹ ഭക്തൈശ്ച ഹരിരാവേ ബഭൂവഃ യേ ശബ്ദ നമഃശബ്ദ തത്രാസൻ ബഹവസ്തദാ. ഭക്തജനങ്ങളോടും വിമാനങ്ങളോടും കൂടെ അവിടെ ശ്രീഹരി തന്നെ പ്രത്യക്ഷനായി വന്നു. അപ്പോൾ ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും അവിടെ മുഴങ്ങി. ശ്ലോകം 81. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷ തത്ര സ്വയം ഹരി ഗോവർണം ദോ സമാലിംഗ്യ കരോ സ്വസദൃശം ഹരി. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷ തത്ര സ്വയം ഹരി ഗോവർണം ദോ സമാലിംഗ്യ അകരോ സദൃശം ഹരി. സന്തോഷാധിക്യം നിമിത്തം ശ്രീഹരി തന്നെ പാഞ്ചജന്യത്തെ ധ്വനിപ്പിച്ചു. ഗോവർണനെ ആലിംഗനം ചെയ്തിട്ട് തന്നോട് തുല്യമായ രൂപമുള്ളവനാക്കി തീർത്തു. ശ്ലോകം 82. ശ്രോതുനന്യാൻ ഘനശ്യാമ പീതകൗശേയവാസസ കിരീടിന കുണ്ടലേന തഥാ ചക്രേ ഹരിക്ഷണാത്. ശ്രോതൃനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിന കുണ്ടലേന തഥാ ചക്രേ ഹരിക്ഷണാത്. ശ്രീഹരി ക്ഷണത്തിൽ ശ്രോതാക്കന്മാരായ മറ്റു ജനങ്ങളെയും നീലമേഘ ശ്യാമളന്മാരും മഞ്ഞപ്പട്ടും ധരിച്ചവരും കിരീടകുണ്ടലാദികളാൽ അലങ്കരിക്കപ്പെട്ടവരുമാക്കി തീർത്തു. ശ്ലോകം 83. തദ്ഗ്രാമീയേ സിതാജീവ ആശ്വചാണ്ഡാളജാതയ വിമാനേ സാവിതാ ദേവി ഗോകർണ കൃപയാ തദാ.
തദ്ഗ്രാമേ യേ സിതാ ജീവ ആശചാണ്ഡാളജാതയ വിമാനേ സാപിതാ ദേവി ഗോകർണ കൃപയാ തഥാ. ആ ഗ്രാമത്തിൽ ശോഭജ ചാണ്ഡാളാദികളായ ഏതെല്ലാം ജാതിയിൽ ഉൾപ്പെട്ട ജീവന്മാർ വസിക്കുന്നുവോ അവരെയെല്ലാം ഗോകർണന്റെ പേരിലുള്ള കാരുണ്യാതിശയം നിമിത്തം ശ്രീഹരി വിമാനത്തിൽ കയറ്റി. ശ്ലോകം 84. പ്രേഷിതാ ഹരിലോകേരേ യത്ര ഗച്ഛന്തി യോഗിന ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. പ്രേഷിതാ ഹരിലോകേരേ യത്ര ഗച്ഛതി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. ശ്ലോകം 85. കഥാ ശ്രവണത പ്രീതോ നിരയോ ഭക്തവത്സലഃ അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേനീത ഗോലോകം യോഗിദുർലഭം. കഥാ ശ്രവണത പ്രീതോ നിരയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേനീത ഗോലോകം യോഗിദുർലഭം. യോഗബലത്താൽ ഏതൊരു ലോകത്തെ യോഗികൾ പ്രാപിക്കുന്നുവോ ആ ലോകമായ വൈകുണ്ഠം നിറഞ്ഞ വൈകുണ്ഠത്തെ ഭഗവാൻ ഹരി അവരെ പ്രാപിപ്പിച്ചു. വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ട് ഗോപാലൻ എന്ന് പ്രസിദ്ധനായ ഭഗവാൻ ഭക്തവത്സലൻ കഥാശ്രവണം ചെയ്തവരിൽ സന്തുഷ്ടനായതുകൊണ്ട് അവർക്കെല്ലാം സാലോക്യമുക്തിയെ ദാനം ചെയ്തു. പണ്ട് അയോധ്യാവാസികൾ ശ്രീരാമചന്ദ്രന്റെ സംഗമത്താൽ വൈകുണ്ഠം പ്രാപിച്ചതുപോലെ ശ്രീകൃഷ്ണനും ഇവരെ വൈകുണ്ഠം പ്രാപിപ്പിച്ചു. അനന്തരം ഗോകർണനോടുകൂടെ ചേർന്ന് യോഗികൾക്ക് ദുർലഭമായിരിക്കുന്ന ഗോലോകത്തെ ഭഗവാനും പ്രാപിച്ചു. ശ്ലോകം 86. യത്ര സൂര്യസ്യ സോമസ്യ നിധാനാം ന ഗതി കദാ തം ലോകം ഹി ഗദാസേതു ശ്രീമദ്ഭാഗവത ശ്രവാത്. യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം ന ഗതി കദാ തം ലോകം ഹി ഗദാസേതു ശ്രീമദ്ഭാഗവത ശ്രവാത്. യാതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാരും കൂടെ ഏതൊരു കാലത്തിലും ഗതി ലഭിക്കുന്നില്ലയോ ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായ പുണ്യാധിക്യത്താൽ ആ ജനങ്ങൾ പ്രാപിച്ചു. ശ്ലോകം 87. ഭ്രൂമോദ്യദേകിം ബലവൃന്ദമുജ്ജലം സപ്താഹയജ്ഞേന ഗദാസു സഞ്ജിതം കർണേന ഗോകർണ കഥാക്ഷരം യേ പീതഞ്ചതേ ഗർഭഗദാന ഭൂയഃ. ഭ്രൂമോദ്യതേ കിം ബലവൃന്ദമുജ്ജലം സപ്താഹയജ്ഞേന ഗദാസു സഞ്ജിതം കർണേന ഗോകർണ കഥാക്ഷരം യേ പീതഞ്ചതേ ഗർഭഗദാന ഭൂയഃ. സപ്താഹയജ്ഞരൂപമായി നടത്തപ്പെടുന്ന കഥകളുടെ ശ്രവണത്താൽ സമ്പാദിക്കപ്പെടുന്ന അത്യുജ്വലമായ പുണ്യപൂരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയോടിങ്ങനെ പറഞ്ഞറിയിക്കട്ടെ. അസാധ്യം തന്നെ. ഗോകർണനാൽ നടത്തപ്പെട്ട കഥാപ്രസംഗാവസരത്തിൽ യാതൊരുത്തരുടെ ശ്രോതത്തിൽ ഒരു പദമെങ്കിലും പ്രവേശിച്ചിരുന്നുവോ അവരാരും രണ്ടാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല. ശ്രദ്ധാപൂർവം കഥ കേൾക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പരമായ ഭക്തി തന്നെ മുക്തിയെ നൽകുമെന്ന് സാരം. ശ്ലോകം 88. വാദാംബുപൂർണാശന ദേഹശോഷണൈ സഭോ വിരോഗ്രേ ശിരകാലസഞ്ജിതൈ യോഗൈശ സംയാന്തി നതാം ഗതിം വൈ സപ്താഹഗാഥാ ശ്രവണേന യാന്തി യാം. വാദാംബുപൂർണാശന ദേഹശോഷണൈ സഭോ വിരുഗ്രേ ശിരകാലസഞ്ജിതൈ യോഗൈശ സംയാന്തി നതാം ഗതിം വൈ സപ്താഹഗാഥാ ശ്രവണേന യാന്തി യാം. സപ്താഹഗാഥാശ്രവണത്താൽ യാതൊരു ഗതിയെ ജനങ്ങൾ പ്രാപിക്കുന്നുവോ ആ ഗതിയെ വായു, ജലം, ഉണങ്ങിയ ഇലകൾ മുതലായതിനെ ഭക്ഷിച്ച് ദേഹത്തെ ശോഷിപ്പിക്കുകയും ചിരകാലം ആചരിക്കുകയും ചെയ്യുന്ന കഠിന തപസ്സുകൊണ്ടും യോഗങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് സമ്പാദിപ്പാൻ കഴിയുന്നതല്ല. ശ്ലോകം 89.
ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോ വിമുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോ വിമുനീശ്വര വടതേ ചിത്രകൂടസ്ഥ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോ വിമുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോ വിമുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. വിനീശ്വരനായ ഗാണ്ഡില്യൻ ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചതിൽ മുങ്ങിയവനായിരിക്കുന്നുവെങ്കിലും പുണ്യമായിരിക്കുന്ന ഈ ഇതിഹാസത്തെ, ഭാഗവതകഥയെ ചിത്രകൂടത്തിലിരുന്ന് നിത്യവും പഠിക്കുന്നു. ശ്ലോകം 90. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സഹൃദൈ വിദഹേദഗൗകം ശാർദേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠത പുനർഭവം ച. അത്യന്തം പരിശുദ്ധവും ഉത്കൃഷ്ടവുമായ ഈ ആഖ്യാനം ഒരു പ്രാവശ്യം കേൾക്കുന്നവരുടെ പാപസമൂഹത്തെ നിശേഷം ദഹിപ്പിക്കും. ശാർദ ദിവസം കീർത്തിക്കുന്നതുകൊണ്ട് പിതൃക്കൾ തൃപ്തന്മാരായി വരും. എല്ലാ ദിവസവും അക്ഷരവീഴ്ചകളും സ്വരഭേദങ്ങളും സ്ഖലിതങ്ങളും നേരിടാത്ത വിധം വീണ്ടും വിധം പഠിക്കുന്നതുകൊണ്ട് പുനർജന്മരഹിതമായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കും. ഇതി ശ്രീപത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ ഗോവർണ്ണഭക്തിവർണ്ണനം നാമ പഞ്ചമോധ്യായഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാ